പഠിക്കുന്ന സമയത്ത് റബ്ബേ പല പ്രയാസങ്ങളെ കൊണ്ട്, സാഹിരിന്റെ സിഹർ കൊണ്ട്, കണ്ണേറ് കൊണ്ട്, നാവേറ് കൊണ്ട്, മുസീബത്തുകളെ കൊണ്ട് പള്ളിക്കുടത്തിൽ പോകാൻ കഴിയാതെ, ഇനിമ പഠിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന എത്രയോ പൊന്നോമന മക്കൾ ഞങ്ങളുടെ സദസ്സിലുണ്ട്. അല്ലാഹ്, ഒരു മുസീബത്തിലും ഞങ്ങളെ മക്കളെ പെടുത്തല്ല റഹ്മാനെ. ഒരു സാഹിന്റെ സിഹറിലും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്കൊക്കെ നല്ല ഇൽമ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമിനെ ആഫിയാക്കി തരണേ അല്ലാഹ്. അന്ധരായ, ബധിരരായ, മൂകരായ, വികലാംഗരായ മക്കളെ തന്നെ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കില്ല റബ്ബേ. അത്തരം മക്കളുള്ളവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറവും നീ വെളിച്ചമാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ഞങ്ങൾ ദുനിയാവിൽ കരയുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. മക്കളെ കൊണ്ട് ഞങ്ങൾ അല്ലാഹുവേ ഞങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തല്ല റബ്ബേ. മക്കളെ കൊണ്ട് ഞങ്ങൾ ദുനിയാവിൽ വശാകുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. കുടുംബങ്ങളെ ഞങ്ങളെ കൊണ്ടും വശാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ല റഹ്മാനെ. മക്കളെ കൊണ്ട് നാളെ ഞങ്ങൾ നരകത്തിൽ കിടക്കുന്ന അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ നന്നാവാൻ ഈ മഹനീയ മജ്‌ലിസ് ഒരു കാരണമാക്കി തരണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സുഹൃത്ത് സദസ്സിലുള്ള ഉസ്താദ് അടക്കം വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, വീടിന്റെ പണികളൊക്കെ പൂർത്തിയാക്കി സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീഖ് ഈ മഹനീയ മജ്‌ലിസ് കാരണമായി നൽകണേ റഹ്മാനെ. അവരുടെ ഉപ്പയൊക്കെ ഒരുപാട് കാലം ഈ പുണ്യമണ്ണിൽ പല ഹിദ്മകളും ചെയ്ത് മരണപ്പെട്ടു പോയവരാണ്. അവരുടെ ഖബറിലേക്ക് ഞങ്ങളുടെ മജ്‌ലിസിന്റെ സന്തോഷം നീ അറിയിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. ദുനിയാവിലും പിന്നെ ആഖിറം തന്നീലും സ്വാലിഹാലിഹാക്കാൽ ഹസനാത്ത് നൽകല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. Rabbi Jalla Allah.
സ്വാലിഹ് വാലിഹാത്താൽ ഔന